ഹായ്, എല്ലാവർക്കും പാട്രിയോട്ടിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. പടം ഇപ്പോൾ കണ്ടു വന്നിട്ടുള്ളൂ. എന്താ പറയുക, ഇത് മലയാള സിനിമയാണോ എന്ന് തോന്നിക്കും വിധത്തിലുള്ള കേട്ടോ നമ്മുടെ മഹേഷ് നാരായണൻ ഈ സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. മലയാളത്തിൻ്റെ രണ്ട് ബിഗംസിനെ വെച്ചിട്ട് ഇമ്മാതിരി ബ്രഹ്മാണ്ഡ ചിത്രം എടുത്തു വെച്ചാൽ പുള്ളിക്ക് ആദ്യം ഹാറ്റ്സ് ഓഫ്. കാരണം നമ്മൾ പുള്ളിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ ആ ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ഈ, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു രീതിയിലുള്ള ഒരു മേക്കിങ്ങും കാര്യങ്ങളാണ് പുള്ളി ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളത് മഹേഷ് നാരായണൻ. പിന്നെ സുഷിൻ്റെ BGM, ഇതിൽ ഇൻ്റർവെല്ലിൽ മമ്മൂക്കയുടെ ഒരു സംഭവമുണ്ട്, ഒരു ഫൈറ്റ്, അത് കാണേണ്ട സംഭവം. ഒരു ഫ്ലൈറ്റിലുള്ള ഫൈറ്റ്, ഓഫ് രോമ എണീറ്റേക്കും എന്ന് കരുതി ഇതൊരു മാസ് പടമായിട്ടല്ല. പക്ഷെ ഓരോരുത്തർ ചെയ്ത് മമ്മൂക്കയായാലും ലാലേട്ടനായാലും ഫഹദായാലും ചാക്കോച്ചനും അവർ ചെയ്യുന്ന ആ റോളാണ് നമ്മളെ പ്രേക്ഷകനെങ്കിലും പിടിച്ചിരുത്തുക. എന്താ പറയുക, മമ്മൂക്ക ഫസ്റ്റ് ഹാഫ് ഫുള്ളാണ് കത്തിച്ചപ്പോൾ സെക്കൻഡ് ഹാഫിൽ ലാലേട്ടനും മമ്മൂക്കയും നിന്ന് കത്തിച്ച്. കൂടാതെ ഫഹദ് ഫാസിൻ്റെ ആ ലൗഡ് ക്യാരക്ടർ, അതായത് പുള്ളിയുടെ ഒരു ലൗഡ് ക്യാരക്ടർ ഉണ്ടല്ലോ, അത് പറയാതെ വയ്യ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഓരോ ക്യാരക്ടറും അതിൻ്റേതായ ഡെപ്തിൽ അവർ കൊണ്ടുവരും. മലയാളത്തിൻ്റെ ഒരു സ്കെയിലിൽ ചെയ്തൊരു പടമല്ല, വലിയൊരു സ്കെയിലിൽ വലിയ രീതിയിൽ ചെയ്ത പടമാണ്. എന്തായാലും ആരും മിസ്സാക്കാതെ കാണാൻ പറ്റുന്ന ഏറ്റവും മലയാളത്തിൻ്റെ ഒരു വൻ ബഡ്ജറ്റ് ചിത്രം തന്നെയാവും ഇത്. 140 കോടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മലയാളത്തിൽ അങ്ങനെ കേട്ടുകേൾവില്ലാത്തൊരു ബഡ്ജറ്റ്. പക്ഷേ ഇത് 140 കോടിയല്ല, അതിന് മുകളിൽ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ആ ഒരു സ്കെയിൽ, അതിൻ്റെ ഒരു ക്യാമറ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് വലിയൊരു സ്കെയിലാണ്. ഇതിൻ്റെ ഫുള്ള് മേക്കിങ്ങും കാര്യം, അതിൻ്റെ തുടക്കം മുതൽ ക്ലൈമാക്സ് വരെ. പിന്നെ ഇതിൽ ഫൈറ്റൊക്കെ എടുത്ത് പറയാം കേട്ടോ. പ്രത്യേകിച്ച് ഇതിൻ്റെ എനിക്ക് പ്രത്യേകിച്ച് കണക്റ്റാണ് നമ്മുടെ നാട്ടിൽ വെച്ച് ഇതിൻ്റെ ഫൈറ്റ് സീന്, പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ഒരു ഹോസ്പിറ്റൽ ഫൈറ്റ് ഉണ്ട്. ഓഫ്, കിഡിലനായിട്ട് സംഭവം ചെയ്തത്. അതുപോലെ തന്നെ മമ്മൂക്കയുടെയും എല്ലാ സംഭവവും കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും മലയാള സിനിമക്ക് ഒരു നാഴികക്കല്ലാണ് ഇനി പാട്രിയോട്ട് മുതൽ എന്ന് പറയപ്പെടും. കാരണം ആ ഒരു രീതിയിലുള്ള സംഭവമാണ് മഹേഷ് നാരായണൻ. കാരണം അദ്ദേഹത്തിൻ്റെ ടേക്ക് ഓഫ്, അതുപോലെ മാലിക്, ഉയരെ, ഇതിനൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രമായിട്ടാണ് ഈ ചിത്രത്തെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്തായാലും ചിത്രം വൻ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും പടം കത്തിക്കയറാണ്. ഇനിയും ഇതുപോലുള്ള ചിത്രങ്ങൾ മലയാളത്തിൽ ചെയ്യാൻ മഹേഷ് നാരായണനും മമ്മൂക്കയും ലാലേട്ടനൊക്കെ, കാരണം ലാലേട്ടൻ ഈ ഒരു ക്യാരക്ടർ ഏറ്റെടുത്ത, സാധാരണ പുള്ളി അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഏറ്റെടുക്കാറില്ല. പക്ഷേ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഏറ്റെടുത്തതിൽ പുള്ളി എന്താ പറയുക, ഒരു അപ്രിസിയേഷൻ ചെയ്യാതിരിക്കാൻ, കാരണം അങ്ങനെയുള്ള റോള് പുള്ളി ചെയ്യാറില്ല. എന്തായാലും അതിൽ പുള്ളിയെ സമ്മതിക്കാതെ വയ്യ. എന്തായാലും പടം കാണാത്തവർ കാണുക, അഭിപ്രായം പറയുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, വീഡിയോ സപ്പോർട്ട് ചെയ്യുക.